ഒരാളുടെ വായുടെ ഉള്ളിലേക്ക് നോക്കുന്നത്, അതും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന ഒരാളുടെ കാര്യത്തില്, അത് ശരിക്കും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണല്ലേ? തീർച്ചയായും. അതൊരു വെറും പല്ലുതേപ്പല്ല. അതെ, അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി ഓറൽ കെയർ അസിസ്റ്റന്റ് ട്രെയിനിംഗ് ഫോർ ബെഡ് റിഡൻ ആൻഡ് പാലിയേറ്റീവ് പേഷ്യൻസ് എന്ന കോഴ്സിലെ 8ാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്കിന്ന് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. അതായത്, ഈ ആശയവിനിമയം, പിന്നെ സഹാനുഭൂതി അഥവാ എംപതി, അതോടൊപ്പം മാനസിക പിന്തുണ, ഇവയ്ക്കൊക്കെ വായിലെ പരിചരണത്തിൽ എന്താണ് പങ്ക് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഈ ഒരു ചർച്ചയ്ക്ക് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അർഷാദ്, അദ്ദേഹം കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ്. അതുപോലെ കോഴിക്കോടുള്ള ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഡോക്ടർ വിവേക് ജി. ഇത് പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ പരിചാരകർ, നിങ്ങളെപ്പോലെ വീട്ടിലിരുന്ന് പരിചരിക്കുന്നവർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, അംഗൻവാടി, ആശാവർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. ശരിയാണ്. ഈ മൊഡ്യൂളുകളിലൂടെ എല്ലാം കടന്നുപോയി കഴിയുമ്പോൾ വായിലെ സാധാരണ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയാനും, ആശ്രിതരായവരുടെ വായിലെ ശുചിത്വം ദിവസവും എങ്ങനെ ഉറപ്പാക്കാം, ചെറിയ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം, എപ്പോഴാണ് ഒരു ഡോക്ടറെ, ഒരു ദന്തരോഗ വിദഗ്ധനെ കാണേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതെ. പക്ഷേ ഈ 8ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ആ ടെക്നിക്കൽ കാര്യങ്ങൾക്കപ്പുറം ഒരുപക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ആ ഒരു മാനുഷികമായ വശത്തിനാണ്. വളരെ ശരിയാണ്. നമ്മൾ ഈ വായിലെ പരിചരണം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ഓർമ്മ വരുന്നത് എന്താ, ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ചിലപ്പോൾ വായ കഴുകാനുള്ള ലായനികൾ, ഇതൊക്കെയാവും. എന്നാൽ ഈ പഠന സാമഗ്രികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളൊരാളുടെ മുഖത്തൊന്ന് തൊടുമ്പോൾ, അല്ലെങ്കിൽ ചുണ്ടൊന്ന് തുടച്ചു കൊടുക്കുമ്പോൾ, വായ തുറപ്പിക്കുമ്പോൾ, അപ്പോഴൊക്കെ നമ്മൾ അവരുടെ ഏറ്റവും സ്വകാര്യമായൊരിടത്തേക്ക്, ഒരുപക്ഷെ അവരുടെ ഏറ്റവും ദുർബലമായൊരവസ്ഥയിലേക്ക് കടന്നു ചെല്ലുകയാണെന്നാണ്. ശരിയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു വാക്കിന്, ഒരു നോട്ടത്തിന്, ഒരു സ്പർശനത്തിന് വലിയ വ്യത്യാസങ്ങളുണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു പരുക്കൻ രീതി അവരെ പേടിപ്പിക്കും, പക്ഷെ ഒരു സൗമ്യമായ വാക്ക് അവർക്ക് വല്ലാത്തൊരു സമാധാനം കൊടുത്തേക്കാം, അല്ലേ? തീർച്ചയായും. അവിടെയാണ് ഈ മൊഡ്യൂളിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, സംസാരിക്കാൻ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ, പല രോഗികൾക്കും വല്ലാത്തൊരു നിസ്സഹായത, ചിലപ്പോൾ ഒരു നാണക്കേട്, അതായത് ഷെയിമൊക്കെ തോന്നും. എന്റെ വായൊന്ന് വൃത്തിയാക്കാമോ എന്ന് ചോദിക്കാൻ പോലും ചിലപ്പോൾ മടിക്കും. നമ്മൾ എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ അവർക്കൊരു ഭാരമാകുമോ എന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ ഈ സാഹചര്യത്തില് നമ്മളെങ്ങനെ ഇടപെടുന്നു, എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, ആ പഠനക്കുറിപ്പുകളിൽ പറയുന്നൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. വായ വൃത്തിയാക്കാം, അപ്പോ നല്ല ഉന്മേഷം തോന്നും, അല്ലെങ്കിൽ ഞാൻ പതുക്കെ ചെയ്യൂ, എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ പറയണേ ഇത്യാദി വളരെ ലളിതമായ ദയവുള്ള വാക്കുകൾക്ക് അവരിൽ വലിയൊരു ആശ്വാസം നിറയ്ക്കാൻ പറ്റും. അതുതന്നെ. വെറുമൊരു വൃത്തിയാക്കൽ എന്നതിൽ കൂടുതൽ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ ആ ഒരു അന്തസ്സിനെ മാനിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടാവണം. കൃത്യമാണ്. ആ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് വെറുമൊരു മെക്കാനിക്കൽ ക്ലീനിംഗ് പ്രോസസ് അല്ല, മറിച്ച് ആ രോഗിക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആ ഒരു ഹ്യൂമൻ കണക്ഷൻ, ആ പരിഗണന, അത് തിരികെ കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ശരിയാണ്. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന അനുകമ്പയോടെയുള്ള ആശയവിനിമയം, അതായത് കമ്പാഷനേറ്റ് കമ്മ്യൂണിക്കേഷൻ, പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ മെറ്റീരിയൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ കാര്യം നമ്മുടെ സംസാരത്തിന്റെ രീതി തന്നെയാണ്. വളരെ സൗമ്യമായിട്ട് സാവധാനത്തിൽ സംസാരിക്കുക. ഒച്ചയെടുക്കുന്നത് തീർച്ചയായും ഒഴിവാക്കണം. രോഗിക്ക് ചിലപ്പോ കേൾവിക്കുറവുണ്ടാവാം, എന്നാലും നമ്മൾ ഒച്ചയിടരുത്. ശരി. കാരണം ഉയർന്ന ശബ്ദം അവരിലൊരു പേടിയോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും ശാന്തമായി സൗഹൃദപരമായി സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ സംസാരിക്കുമ്പോഴെപ്പോഴും അവരുടെ മുഖത്ത് നോക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. കാരണം ചിലപ്പോൾ നമ്മുടെ ചുണ്ടുകളുടെ അനക്കം നോക്കി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയേക്കും. അതെ. നമ്മൾ തിരക്കിനിടയിൽ ഇതൊക്കെ ചിലപ്പോൾ മറന്നുപോവല്ലേ, വേഗം കാര്യം ചെയ്യണം എന്ന ചിന്തയിലാവും. സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അവരുടെ മുഖത്തോ അല്ലെങ്കിൽ വായുടെ ഭാഗത്തോ തൊടുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് പറയുക എന്നുള്ളതാണ്. ഓക്കെ. ഞാനിപ്പോ ചുണ്ടുകളൊന്ന് നനച്ചു തരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇനി പതുക്കെ നാക്കൊന്ന് വൃത്തിയാക്കാം. ഇങ്ങനെ മുൻകൂട്ടി പറയുന്നത് അവർക്ക് ഒരു മാനസികമായ തയ്യാറെടുപ്പ് കൊടുക്കും. ശരിയാണ്.
അപ്രതീക്ഷിതമായ ഒരു സ്പർശനം വരുമ്പോഴുള്ള ഒരു ഞെട്ടൽ അല്ലെങ്കിൽ ഉത്കണ്ഠ കുറയ്ക്കാനത് സഹായിക്കും. ഇത് വിശ്വാസം വളർത്താൻ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പരിചരണം കൊടുക്കുമ്പോൾ അവരുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുക. മുഖം ചുളിക്കുന്നുണ്ടോ, ചുണ്ടുകൾ കൂട്ടിപ്പിടിക്കുന്നുണ്ടോ, തല വെട്ടിക്കുന്നുണ്ടോ, ഇതൊക്കെ ചിലപ്പോൾ വേദനയുടെയോ ഭയത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയുടെയോ ലക്ഷണങ്ങളാവാം. ആഹാ, അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ ഉടനെ നിർത്തിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ചുനേരം നിർത്തിയിട്ട് പിന്നെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നത് അവർക്ക് വലിയ ആശ്വാസമായിരിക്കും. തീർച്ചയായും. പിന്നെ അവരുടെ സ്വകാര്യത മാനിക്കുന്ന കാര്യവും പറയുന്നുണ്ട്. ഒരു ടവൽ വെച്ചൊന്ന് പുതപ്പിക്കുക, അല്ലെങ്കിൽ വാതിലോ കർട്ടനോ ഒന്ന് അടച്ചിടുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ ഒരു അന്തസ്സ് നിലനിർത്താൻ സഹായിക്കും. അതോടൊപ്പം തന്നെ രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് അവരുടെ മുന്നിൽ വെച്ച് അവരെ ഒഴിവാക്കി നമ്മൾ സംസാരിക്കുന്നത് ഒഴിവാക്കണം. അവരെ കൂടി ആ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ശരിയാണ്. പ്രത്യേകിച്ച് ഈ ഉത്കണ്ഠയോ ഡിമെൻഷ്യയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരിൽ ഒരു ചെറിയ പ്രോത്സാഹനം, ആ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി, അതുമല്ലെങ്കിൽ ഇപ്പൊ എന്ത് ഭംഗിയായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരെ സഹകരിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ഭയം, ഉത്കണ്ഠ, ഫിയർ ആൻഡ് ആങ്സൈറ്റി ഇതിനെക്കുറിച്ചൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതായത് വായ വൃത്തിയാക്കുമ്പോൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുമോ, അല്ലെങ്കിൽ വേദനയെടുക്കുമോ? ഇനി അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ വായ തുറന്ന് കാണിക്കേണ്ടി വരുന്നതിലെ ഒരു നാണക്കേട്, ഷെയിം, സ്വന്തമായി ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർക്കുമ്പോഴുള്ള ഒരു നിസ്സഹായത, ഹെൽപ്ലെസ്നെസ്, ഇതൊക്കെ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാം. ഇത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മുടെ വാക്കുകൾക്ക് ശരിക്കും ഒരു ശക്തി കൊടുക്കേണ്ടത്. ഞാൻ വളരെ പതുക്കേ ചെയ്യുള്ളൂ, പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് അവരുടെ ഭയം കുറയ്ക്കാൻ ശ്രമിക്കാം. അവരുടെ ആ വികാരങ്ങളെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. പകരം അതിലെ അംഗീകരിക്കണം. ചില സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും മറ്റൊരാളുടെ സഹായം വേണ്ടിവരും. അതിൽ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല വൃത്തിയും ആശ്വാസവും അനുഭവിക്കാൻ പൂർണ്ണമായിട്ടോ അവകാശമുണ്ട് എന്നു പറയുന്നത് അവരുടെ ഒരു നിസ്സഹായതാബോധം കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഡിമെൻഷ്യ അല്ലെങ്കിൽ മാനസികമായ ഒരു ആശയക്കുഴപ്പം, വിഷാദം, ഇങ്ങനെയുള്ള അവസ്ഥകളുള്ളവർ ചിലപ്പോൾ പരിചരണത്തോട് തീരെ സഹകരിക്കില്ല. ഭയങ്കര ദേഷ്യമോ എതിർപ്പോ ഇറിറ്റേഷനോ റെസിസ്റ്റൻസോ ഒക്കെ പ്രകടിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണോ? ഒരു കാരണവശാലും നിർബന്ധിക്കരുത് എന്നാണ് ഈ മെറ്റീരിയൽ പറയുന്നത്. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. നമ്മൾ ശാന്തത കൈവിടരുത്. അവരോട് പതിയെ സംസാരിച്ചോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പഴയ പാട്ടുകളൊക്കെ ഒന്ന് കേൾപ്പിച്ചോ അവരുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കാം. എന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞ് അവർ കുറച്ചുകൂടി ശാന്തരായി എന്ന് തോന്നുമ്പോൾ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കാം. ചിലപ്പോൾ രോഗിക്ക് നല്ല ക്ഷീണമോ വേദനയോ ഉള്ളതുകൊണ്ടാവാം അവർ സഹകരിക്കാത്തത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ആ ദിവസത്തെ പരിചരണം വേണമെങ്കിൽ കുറച്ചൊന്ന് ചുരുക്കാം. കുഴപ്പമില്ല. മുഴുവനായിട്ട് വൃത്തിയാക്കുക എന്നതിനേക്കാൾ എപ്പോഴും പ്രധാനം രോഗിയുടെ ആശ്വാസവും സുരക്ഷിതത്വവുമാണ്. ഇവിടെയാണ് ഈ സഹാനുഭൂതി, അതായത് എമ്പതി എന്ന വാക്കിന്റെ പ്രാധാന്യം വരുന്നത്. ഈ മൊഡ്യൂളിൽ ഇതിന് നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ശരിക്കും എമ്പതി? ഒരാളോട് സഹതാപം തോന്നുന്ന പോലെയല്ലല്ലോ അത്. അല്ല. സഹതാപം എന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിയുടെ അവസ്ഥയിൽ അയാളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്തു തോന്നുമായിരുന്നു എന്ന് ചിന്തിച്ച് ആ ഒരു കാഴ്ചപ്പാടോടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് എമ്പതി. അവരുടെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുക എന്ന് പറയാം. വളരെ ശരിയാണ്. ഈ സഹാനുഭൂതി നമ്മൾ പ്രവൃത്തിയിലൂടെയാണ് കാണിക്കേണ്ടത്. രോഗി ഒരു മടി കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന്റെ വേഗത കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുമ്പോൾ നമ്മുടെ സ്പർശനത്തിന്റെ രീതി ഒന്ന് മാറ്റുന്നത്, വേദന ഉണ്ടോ എന്ന് ചോദിച്ചുറപ്പുവരുത്തുന്നത്, ഇതെല്ലാം എമ്പതിയുടെ ഭാഗമാണ്. അതെ. വെറുതെ കേൾക്കുക എന്നതിലുപരി കേൾക്കുന്നതനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഈ വായിലെ പരിചരണം എന്നത് ഒരു കടമ നിർവഹിക്കൽ മാത്രമല്ല, അതൊരു ആശ്വാസം നൽകൽ കൂടിയായി മാറും. ഇനിയിപ്പോ തീരെ സംസാരിക്കാൻ വയ്യാത്ത രോഗികള്, അല്ലെങ്കിൽ അബോധാവസ്ഥയിലോ അർദ്ധബോധാവസ്ഥയിലോ ഉള്ളവര്, അവരുടെ കാര്യം, അവരോടുള്ള ആശയവിനിമയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവോ? ഇത് പലർക്കുമുള്ളൊരു സംശയമാണ്. പക്ഷേ പഠന സാമഗ്രികൾ വ്യക്തമാക്കുന്നത് അങ്ങനെയുള്ളവർക്കും പലപ്പോഴും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും സ്പർശനമറിയാനുമൊക്കെ സാധിക്കുമെന്നാണ്. ഓഹോ. അതുകൊണ്ട് അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന രീതിയിൽ തന്നെ അവരോടെപ്പോഴും നമ്മൾ മൃദുവായി സംസാരിക്കണം.
ഞാനിപ്പോ വായൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് ട്ടോ, ഇത് കഴിയുമ്പോൾ നല്ല ആശ്വാസം തോന്നും. അല്ലെങ്കിൽ നിങ്ങൾ നന്നായി സഹകരിക്കുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ പറയുന്നത് അവർക്കൊരു സുരക്ഷിതത്വ ബോധം നൽകിയേക്കും. നമ്മുടെ ആ സൗമ്യമായ സ്പർശനത്തിനും ശാന്തമായ ശബ്ദത്തിനും വാക്കുകൾക്കപ്പുറം ഒരു ആശ്വാസം നൽകാൻ കഴിയും. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ അവസാന നാളുകളിൽ ഇങ്ങനെയുള്ള പരിചരണം കിട്ടിയത് വലിയ സമാധാനം നൽകിയെന്ന് പല കുടുംബാംഗങ്ങളും പിന്നീട് പറയാറുണ്ടെന്നും ഈ മെറ്റീരിയലിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ പരിചരണം നൽകുമ്പോൾ പല വെല്ലുവിളികളും നേരിടേണ്ടി വരും. ചിലപ്പോൾ രോഗി വായ തുറക്കാൻ വിസമ്മതിക്കും, അല്ലെങ്കിൽ നമ്മൾ വൃത്തിയാക്കുന്നതിനിടയിൽ കടിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ കരയാൻ തുടങ്ങും. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുടുംബാംഗങ്ങൾ ഇടപെടും. നമ്മൾ ചെയ്യുന്ന രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചേക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതെല്ലാം സ്ഥിരമായി ചെയ്യുമ്പോൾ പരിചരിക്കുന്ന നമുക്ക് തന്നെ വല്ലാത്തൊരു നിരാശയും ക്ഷീണവും, അതായത് ബേൺ ഔട്ട് തോന്നാം. അപ്പോൾ ഈ പ്രയാസകരമായ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാമെന്നാണ് ഈ മൊഡ്യൂളിൽ പറയുന്നത്. ഓരോ സാഹചര്യത്തിനും പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോ രോഗി വിസമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധിക്കരുത്, തൽക്കാലം ഒന്ന് നിർത്തുക. ശരി. പിന്നീട് ശാന്തമായിട്ട് അതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയോ, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി ശാന്തരായിരിക്കുന്ന വേറൊരു സമയത്ത് വീണ്ടും ശ്രമിക്കുകയോ ചെയ്യാം. ഇനിയിപ്പോൾ കടിക്കുകയാണെങ്കിൽ നമ്മൾ പേടിക്കാതെ പതുക്കെ കൈ പിൻവലിക്കുക. ഒരു നിമിഷം കാത്തിരുന്നിട്ട് ഒരുപക്ഷെ ചെറിയ സ്വാബുകളോ മറ്റോ ഉപയോഗിച്ച് കൂടുതൽ ശ്രദ്ധയോടെ തുടരാം. അവരുടെ ഒരു ഉത്കണ്ഠയുടെയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിന്റെയോ ഭാഗമായിട്ടാവാം ആ ഒരു പ്രതികരണം വരുന്നത്. രോഗി പെട്ടെന്ന് ഇമോഷണലായാലോ, കരയുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്താൽ അപ്പോ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നിർത്തുക. അവരുടെ കയ്യിലൊന്ന് മൃദുവായി പിടിക്കുകയോ തോളിലൊന്ന് തട്ടുകയോ ചെയ്തിട്ട് സൗമ്യമായി സംസാരിച്ച് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് നമ്മുടെ പ്രയോറിറ്റി പരിചരണമല്ല, അവരുടെ ആ ഒരു വൈകാരികമായ ആവശ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ശരിയാണ്. ഇനി കുടുംബാംഗങ്ങൾ ഇടപെടുകയോ വിമർശിക്കുകയോ ചെയ്താൽ നമ്മൾ ക്ഷമയോടെയും ദയയോടെയും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ഉത്കണ്ഠ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതെ. സാധ്യമെങ്കിൽ അവരെ ചെറിയ രീതിയിൽ ഇതിൽ പങ്കാളികളാക്കാൻ പ്രോത്സാഹിപ്പിക്കാം. ഉദാഹരണത്തിന് ടവലൊന്ന് പിടിച്ചു തരാനോ അല്ലെങ്കിൽ ചുണ്ടൊരൊന്ന് നനച്ചു കൊടുക്കാനോ ഒക്കെ. ഇനി പരിചരിക്കുന്നവരുടെ മാനസികാരോഗ്യത്തിന്റെ കാര്യം അതും പറയുന്നുണ്ടല്ലോ അല്ലേ? ഈ ബേൺ ഔട്ട് അഥവാ വല്ലാത്ത ക്ഷീണം, അതെങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ നേരിടാം? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരാളെ, പ്രത്യേകിച്ച് തീരെ വയ്യാത്തവരെ പരിചരിക്കുക എന്ന് പറയുന്നത് വൈകാരികമായിട്ട് വലിയൊരു ഭാരം തരുന്ന കാര്യമാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, ക്ഷമയില്ലാതാവുക, ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു താൽപ്പര്യമില്ലായ്മ, വല്ലാത്തൊരു ശാരീരികവും മാനസികവുമായ തളർച്ച, ചിലപ്പോഴും മരവിപ്പ് പോലെ തോന്നുക, ഇതൊക്കെ ഈ ബേൺ ഔട്ടിന്റെ ലക്ഷണങ്ങളാകാം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങണം. കൃത്യമായ ഇടവേളകൾ എടുക്കണം. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനോടോ സഹപ്രവർത്തകനോടോ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ഒരു കൗൺസിലറോടോ സംസാരിച്ച് മനസ്സ് തുറക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ദീർഘമായി ശ്വാസമെടുക്കുക, ചെറിയ റിലാക്സേഷൻ ടെക്നിക്കുകളൊക്കെ പരിശീലിക്കുക. പിന്നെ സ്വയം ഒന്ന് ഓർമ്മിപ്പിക്കുക, ഞാൻ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മൾ ശാന്തരും സന്തോഷമുള്ളവരുമായിരുന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് നല്ല രീതിയിൽ പരിചരണം കൊടുക്കാൻ പറ്റൂ. നമ്മുടെ സ്വന്തം ആരോഗ്യവും സംരക്ഷിക്കണം. ഇന്ത്യയെപ്പോലെ ഒരുപാട് സംസ്കാരങ്ങളും ഭാഷകളും വിശ്വാസങ്ങളൊക്കെയുള്ള ഒരു രാജ്യത്ത് ഈ സാംസ്കാരികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചും സൂചനകളുണ്ട്. രോഗിയുടെ ഭാഷ, വിശ്വാസങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി പെരുമാറുന്നത് ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും. അതെ. ഉദാഹരണത്തിന് അവർക്ക് പരിചിതമായ രീതിയിൽ ഒന്ന് അഭിവാദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥനയുടെയോ മറ്റാചാരങ്ങളുടെയോ സമയമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പരിചരണത്തിന്റെ സമയമൊന്ന് ക്രമീകരിക്കുന്നത്, ഇതൊക്കെ അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ മാനിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ലിംഗപരമായ അതിർവരമ്പുകളും ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടിവരും. തീർച്ചയായും ഈ സാംസ്കാരിക സംവേദനക്ഷമത വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പിന്തുണയും. നേരത്തെ സൂചിപ്പിച്ച പോലെ അവരെ ചെറിയ കാര്യങ്ങളിൽ പങ്കാളികളാക്കുന്നത് അവർക്കൊരാശ്വാസം നൽകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഈ ചെറിയ പരിചരണം പോലും
ആ രോഗിക്ക് എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം വ്യത്യാസമുണ്ടാക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. രോഗിയുമായിട്ടൊരു നല്ല ബന്ധം വളർത്തിയെടുക്കാനും അവരുടെ വിശ്വാസം നേടാനും സഹായിക്കുന്ന ചില എളുപ്പവഴികൾ, ചില ടിപ്സ്, അതും ഈ മൊഡ്യൂളിന്റെ അവസാനം പറയുന്നുണ്ടല്ലോ, അതൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാവോ? ഓ, തീർച്ചയായും. വളരെ ലളിതമാണ്, പക്ഷേ നല്ല ഫലം തരുന്ന കാര്യങ്ങളാണ്. 1. സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കുക. 2. രോഗിയുടെ പേര് ഇടയ്ക്കിടെ ഒന്ന് ഉപയോഗിക്കുക. അത് അവർക്കൊരു വ്യക്തിപരമായ പരിഗണന കിട്ടുന്നതുപോലെ തോന്നും. ശരിയാണ്. പിന്നെ പുഞ്ചിരിക്കുക. വാക്കുകളൊന്നുമില്ലാതെ തന്നെ ഒരു ഊഷ്മളത പകരാൻ ആ പുഞ്ചിരിക്ക് കഴിയും. പരിചരണം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് തോളിലോ കൈയിലോ ഒന്ന് മൃദുവായിട്ട് സ്പർശിക്കുന്നത് അവർക്ക് ഒരു സൂചന കൊടുക്കും. ഒരിക്കലും തിടുക്കം കാണിക്കാതിരിക്കുക. ചിലപ്പോൾ അല്പനേരത്തെ നിശബ്ദതയ്ക്കും ക്ഷമയോടെയുള്ള കാത്തിരിപ്പിനും വലിയ ആശ്വാസം നൽകാൻ പറ്റും. പിന്നെ അവസാനം എപ്പോഴും ഒരു നന്ദി വാക്ക് പറയുക. എന്നെ സഹായിക്കാൻ അനുവദിച്ചതിന് വളരെ നന്ദിയുണ്ട് ട്ടോ, ഇന്ന് നന്നായിട്ട് സഹകരിച്ചു. ഈ ചെറിയ കാര്യങ്ങൾക്ക് വലിയൊരു വൈകാരികമായ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ആശയങ്ങളുടെയൊക്കെ ഒരു പ്രായോഗികത വ്യക്തമാക്കുന്ന നല്ലൊരു ഉദാഹരണം കൂടി ആ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. ഡിമെൻഷ്യ ബാധിച്ച 80 വയസ്സുള്ള പർവീൻ ബീവിയുടെ കഥയാണത്. പരിചാരകൻ വായ വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർ പേടിച്ച് നിലവിളിക്കുമായിരുന്നു. അതെ, അവിടെ ആ പരിചാരകൻ അവരെ നിർബന്ധിക്കുകയോ ബലം പ്രയോഗിക്കുകയോ അല്ല ചെയ്തത്. പകരം അദ്ദേഹം ഒരു പുതിയ വഴി കണ്ടുപിടിച്ചു. പരിചരണം തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിട്ട് പർവീൻ ബീവിക്ക് പണ്ടൊരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു പഴയ മലയാളം പാട്ട് അദ്ദേഹം പതിയൊന്ന് മൂളാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ പാട്ട് കേൾക്കുമ്പോഴേക്കും പർവീൻ ബീവി ശാന്തയാവാനും ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കാനും മനസ്സോടെ വായ തുറന്നു തരാനും തുടങ്ങി. കൊള്ളാം. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ നല്ലൊരു പാഠമുണ്ട്. സഹാനുഭൂതിക്കും ചെറിയൊരു സർഗാത്മകതയ്ക്കും ചിലപ്പോൾ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ആവർത്തിച്ചു പറയുന്നതിനേക്കാളുമൊക്കെ വലിയ ഫലം കാണിക്കാൻ കഴിയും. ദയ എന്നത് തന്നെയാണ് പലപ്പോഴും ഏറ്റവും മികച്ച ടെക്നിക്. വളരെ വളരെ നല്ലൊരു ഉദാഹരണമാണത്. അപ്പോൾ നമ്മളിന്ന് ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, വായിലെ പരിചരണം എന്നത് വെറുമൊരു ശാരീരിക പ്രവൃത്തിയല്ല, അതൊരു വ്യക്തിപരവും വൈകാരികവുമായ അനുഭവമാണ്. നമ്മുടെ ആശയവിനിമയ രീതിക്ക് വിശ്വാസം വളർത്താൻ കഴിയും, സഹാനുഭൂതിക്ക് ആശ്വാസം നൽകാനും. രോഗിയുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ വിശദീകരിക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. അതെ, അവരുടെ സ്വകാര്യത, അന്തസ്സ്, സാംസ്കാരിക പ്രത്യേകതകൾ ഇതൊക്കെ നമ്മൾ മാനിക്കണം. അതോടൊപ്പം തന്നെ ഈ ജോലി നമുക്ക് നൽകുന്നൊരു വൈകാരിക ഭാരം തിരിച്ചറിഞ്ഞ് സ്വയം ശ്രദ്ധിക്കാനും നമ്മുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും നമ്മൾ മറക്കരുത്. ശരിയാണ്. ഈ ചർച്ചയുടെയെല്ലാം ഒരു കാതൽ എന്ന് പറയുന്നത് ഒരു വാചകത്തിലൊതുക്കാം. മറ്റൊരാളുടെ വായ പരിപാലിക്കുക എന്നത് അനുകമ്പയുടെ ഭാഷ സംസാരിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ വാക്കുകൾ അവരൊരുപക്ഷെ നാളെ മറന്നുപോയേക്കാം, പക്ഷെ നമ്മൾ നൽകിയ ആ ദയയും ആശ്വാസവും അതവരുടെ ഓർമ്മയിൽ, ഒരുപക്ഷെ അവരുടെ അനുഭവത്തിൽ എപ്പോഴും നിലനിൽക്കും. ആ പരിചരണത്തിലൂടെ വിരിയുന്ന ഓരോ പുഞ്ചിരിയും, ആശ്വാസത്തോടെയുള്ള ഓരോ നെടുവീർപ്പും, അതൊക്കെ നമ്മുടെ കൈകളിൽ തുടങ്ങുന്നതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്ന രോഗശാന്തിയുടെ ലക്ഷണങ്ങളാണ്. വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണത്. അപ്പോൾ ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്കായി ഒരു ചോദ്യം കൂടി ബാക്കി വയ്ക്കുന്നു. പരിചരണത്തിൽ ഈ വൈകാരിക ബന്ധത്തിനും സഹാനുഭൂതിക്കും ഇത്രയധികം പ്രാധാന്യമുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരുമായി ഇടപഴകുമ്പോൾ, പ്രത്യേകിച്ച് കൂടുതൽ ദുർബലരായവരോട്, നമ്മുടെ സഹായം ആവശ്യമുള്ളവരോട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ലെന്ന് തോന്നുന്നവരോട് കുറച്ചുകൂടി ബോധപൂർവം സഹാനുഭൂതിയും കരുണയും കാണിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്.